അവർ വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ കിൻഫ്ര പാർക്കിലേക്ക് മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊടുക്കാൻ പോലുമില്ല. അവിടെ കുടിവെള്ളം കിട്ടുന്നില്ല. ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഇത്രയും വലിയ പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത്. പ്രതിദിനം 5 ലക്ഷം ലിറ്റർ കുടിവെള്ളം ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. ആദ്യത്തെ റൗണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും കൂടും. 80 മില്യൺ വരെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഇത് മാറും. അവിടെ കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. ഇപ്പോൾ കിൻഫ്ര പാർക്കിലെ പല വ്യവസായങ്ങൾക്കും വെള്ളമില്ല. എന്തിനേറെ ജവാൻ എന്ന് പറയുന്ന പോപ്പുലർ ബ്രാൻഡായ മദ്യം കേരള ഗവൺമെന്റ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ആ മദ്യം നിർമ്മിക്കാൻ പോലും അവിടുത്തെ പ്ലാന്റിന് ഇതുവരെ വെള്ളം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ജവാൻ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. ഗവൺമെന്റിന്റെ പ്ലാന്റാണ്. ഗവൺമെന്റിന്റെ മലബാർ ഡിസ്റ്റിലറീസ് എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ സ്ഥാപനത്തിന് പോലും വെള്ളം കിട്ടുന്നില്ല. അപ്പോഴാണ് പറയുന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തും. റെയിൻ ഷാഡോ ഏരിയ ആണിത്. മഴനിഴൽ പ്രദേശത്ത് എത്ര ശതമാനം വെള്ളം കിട്ടുമെന്ന് അവർ പഠിച്ചിട്ടുണ്ടോ? ശാസ്ത്രീയ പഠനം നടത്തിയിട്ടുണ്ടോ? ഭൂഗർഭ ജലത്തിന്റെ അളവ് പരിശോധിച്ചിട്ടുണ്ടോ? അതുമാത്രമല്ല, ഈ കമ്പനിയെ എങ്ങനെ തെരഞ്ഞെടുത്തു? ഇപ്പൊ പറയുന്നത് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ധാരാളം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ കമ്പനികളുടെ പിന്തുണയുണ്ടെന്നാണ് പറയുന്നത്. ഏത് ഓയിൽ കമ്പനിയാണോ ഇവരെ പിന്തുണച്ചത് ഞങ്ങൾക്കറിയില്ല. രാജ്യത്ത് നിരവധി ഓയിൽ കമ്പനികളുണ്ട്, പ്രൈവറ്റ് ഓയിൽ കമ്പനികളുണ്ട്. അവരാരെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തതിൻ്റെ പേരിൽ അവരെ മാത്രം എങ്ങനെ തെരഞ്ഞെടുത്തു? വളരെ ഗൗരവമായ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തെലങ്കാനയിലെ കഴിഞ്ഞ ഗവൺമെന്റ് ചന്ദ്രശേഖർ റാവുവിന്റെ ഗവൺമെന്റ് ഇതിന്റെ പിന്നിലുണ്ട്. ചന്ദ്രശേഖർ റാവു ഈ ഇടപാടിന്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ ആ ഇടപാടും മുഖ്യമന്ത്രിയും ചന്ദ്രശേഖർ റാവുവും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. ഞാൻ ഇപ്പോഴേ അത്ര മാത്രമേ പറഞ്ഞു നിർത്തുന്നുള്ളൂ. അതിന്റെ പിന്നിൽ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവും അവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ ഗവൺമെന്റും തമ്മിൽ ഒളിച്ചുകളി ഈ കാര്യത്തിൽ നടക്കുന്നു. അങ്ങനെയാണ് ഈ ഒയാസിസ് എന്ന് പറയുന്ന കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ ഇവർ തെരഞ്ഞെടുത്തത്. ആ കമ്പനിയെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിനകത്ത് ഫേവറേറ്റിസമുണ്ട്, നെപ്പോട്ടിസമുണ്ട്. അതുകൊണ്ട് ഇത് കറപ്ഷനാണെന്ന് ഞങ്ങൾ പറയുന്നു. ഈ അഴിമതി ആരോപണം വളരെ ഉത്തരവാദിത്വത്തോടെ നിയമസഭയിൽ എഴുതി കൊടുത്ത് പ്രതിപക്ഷം തീരുമാനിച്ചതിനനുസരിച്ച് ഞാൻ എഴുതി കൊടുത്തതാണ്. പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞത് ശരിയാണ്. ഇന്നലെ ഞാൻ എൻ്റെ ഗാന്ധിഗ്രാം പരിപാടി നേരത്തെ തീരുമാനിച്ചു പോയതാണ്. എല്ലാ വർഷവും ജനുവരി 1-ാം തീയതി നടത്തുന്ന മൻമോഹൻ സിംഗിൻ്റെ മരണം കാരണം മാറ്റിവെച്ചതാണ് ഇന്ന് 21. അത് മാറ്റാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്നലെ വരാതിരുന്നത്. അത് വളരെ ഉത്തരവാദിത്വ ബോധത്തോട് ഞങ്ങൾ ഉന്നയിക്കുന്നു. ഗവൺമെൻറ് ജനനന്മയെ കരുതി ഇത് പിൻവലിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. എൻ്റെ കയ്യിൽ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ ഇത് വരാത്തതിൽ എനിക്ക് ആശ്ചര്യമുണ്ട്. കേരളത്തിലെ 89 സ്ഥലങ്ങൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവാണ്. ജ്യോതിലാൽ ഇറക്കിയ ഉത്തരവാണ്. ജ്യോതിലാൽ ഏത് ഉത്തരവും ഏത് സമയത്തും ഇറക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഇത് ഇതിൻ്റെ ഇറക്കാനുള്ള കാരണം ഇവിടെ 89 സ്ഥലത്ത് വൈൻ പാർലറും ബിയർ പാർലറും അനുവദിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. കാരണം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വെച്ചാൽ മാത്രമേ, എൻ്റെ പേരുകളൊന്നും തന്നെയായി ഇത്ര 89 സ്ഥലമുണ്ട്. ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചാൽ മാത്രമേ 89 സ്ഥലങ്ങൾ വൈൻ പാർലറുകളും ബിയർ പാർലറുകളും അനുവദിക്കാൻ കഴിയൂ. ഇതുകൂടി ചേർത്ത് വായിക്കണം. നാട്ടിൽ മദ്യം ഒഴുക്കുകയാണ്. അനാവശ്യമായി ആവശ്യമില്ലാത്തടത്തെല്ലാം ഇത് കൊടുത്ത് ഇതുകൊണ്ടൊന്നും ടൂറിസ്റ്റുകൾ വരുന്നില്ല. ടൂറിസ്റ്റുകൾ വരുന്നത് ഇതിനു വേണ്ടിയാണോ വരുന്നത്? ഒന്നുമല്ലല്ലോ. അപ്പോൾ വളരെ ബോധപൂർവമായി ഇതിൻ്റെ എല്ലാം പിന്നിൽ കൊടിയ അഴിമതിയുണ്ട്. ആ അഴിമതി അന്വേഷിക്കണം. ഇപ്പോഴും എൻ്റെ കേസ്, കഴിഞ്ഞ ബ്രൂവറി രജിസ്റ്ററി കേസ് ഇപ്പോഴും ഹൈക്കോടതി സ്റ്റേ ചെയ്ത് കിടക്കുകയാണ്. എൻ്റെ തിരുവനന്തപുരം വിജിലൻസ് കോടതി പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞ കേസാണ്. കാരണം ഈ തീരുമാനമെടുത്തത് 2018 മുമ്പായിരുന്നു.
ഈ തീരുമാനം ഏതെങ്കിലും മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവരുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയുടെ അനുവാദം വേണമെന്നുള്ള തീരുമാനം 2018 എടുത്തത്. അതുകൊണ്ടാണ് ഗവർണർ എനിക്ക് തരാതെ അതിനെ ചോദ്യം ചെയ്ത് ഞാൻ. കാരണം ഈ തീരുമാനം എടുക്കുന്നതിന് ശേഷമാണ് ആ ഉത്തരവ് പാർലമെൻറ്റ് പാസ്സാക്കിയത്. അപ്പോൾ ഇപ്പോഴും കോടതിയിൽ നിൽക്കുന്ന എൻ്റെ കേസ് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഇതുപോലെ ജലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് 600 കോടി രൂപയുടേതാണ്. കോടിയെന്ന് കേട്ടാൽ ഇടതുപക്ഷത്തിന് ഇപ്പോൾ വലിയ സ്നേഹമാണ്. കോടിയെന്ന് കേട്ടപ്പോഴത്തേക്ക് ഇവർക്ക് താല്പര്യം കൂടി. അങ്ങനെയാണ് ഇത് അനുവദിച്ചത്. ഇതിനെ ശക്തമായി തന്നെ ഞങ്ങൾ എതിർക്കും. ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടും.